നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ അടുത്ത മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആണെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. എന്നാൽ അതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് ഒരു കാറിൻ്റെ നമ്പർ പ്ലേറ്റ് വെച്ചിട്ടാണ് ഇങ്ങനെയൊരു വാർത്ത പ്രചരിക്കുന്നത്. ആ ഒരു വണ്ടിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. KL 01 CM 2026 എന്നാണ് വണ്ടിയുടെ പ്ലേറ്റ് നമ്പർ. വണ്ടിയുടെ ഉടമസ്ഥൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരും. ചേട്ടാ, എന്താണ് പേരെന്താണ്? കൃഷ്ണകുമാർ. വീട് എവിടെയാണ്? ഈഞ്ചക്കൽ. വണ്ടിയുടെ നമ്പർ ഒന്ന് പറയൂ. KL 01 CM 2026. ഈ ഒരു ട്രോളുകളിലൊക്കെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം പ്രതിപക്ഷ നേതാവ്, അതായത് വി.ഡി. സതീശനായിരിക്കും ഇനി മുഖ്യമന്ത്രി. കാറിൻ്റെ നമ്പർ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു വാർത്ത പ്രചരിക്കുന്നത്. ഇത് കണ്ടപ്പോൾ എന്താണ് തോന്നിയത്? ഇത് കണ്ടപ്പോൾ എന്ന് പറഞ്ഞാൽ മാതൃഭൂമി ന്യൂസിൽ നിന്ന് പ്രശാന്ത് ഏട്ടൻ വന്ന് പറഞ്ഞപ്പോൾ ഞാനിത് ഈ ന്യൂസ് കാണുന്നത്, ആ ട്രോള് കണ്ടത് തന്നെ. എനിക്കപ്പോഴും ഒന്നും മനസ്സിലായില്ല. പുള്ളി എൻ്റെ ബൈറ്റ്സ് എടുത്തുകൊണ്ട് പോയി. ഞാൻ രാത്രി യൂട്യൂബിൽ നോക്കിയാണ് ഈ സംഭവം എന്താണെന്ന് മനസ്സിലായത്. ഞാൻ അറിഞ്ഞുകൊണ്ടുള്ള സംഭവം അല്ലല്ലോ. ഈ പ്രതിപക്ഷ നേതാവുമായിട്ട് എന്തെങ്കിലും ബന്ധം എന്തെങ്കിലും ഉണ്ടോ? ഒരു ബന്ധവുമില്ല. പുള്ളി ഞാൻ TV ചാനലിൽ കണ്ടിട്ടുണ്ട്, പേപ്പറിൽ ഫോട്ടോയും കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു തരത്തിലുള്ള വാർത്ത പ്രചരിക്കുന്നത്? ചേട്ടൻ്റെ ഫ്രണ്ട്സോ ആരെങ്കിലും ആയിരിക്കും ഇങ്ങനെയുള്ള വാർത്തകൾ കൊടുത്തത്? ഒന്നേയും മിക്കവാറും പുള്ളിയുടെ ഓപ്പോസിറ്റുള്ള ആരെങ്കിലും ആയിരിക്കും കൊടുത്തത്, പുള്ളിയായിട്ട് വൈരാഗ്യമുള്ള ആരെങ്കിലും. അപ്പോൾ എന്തായാലും വണ്ടി നമ്മളോടൊപ്പം ഉണ്ട്. സെയിം നമ്പർ കാണുമ്പോൾ തന്നെ ഒരു അതിശയാണ് തോന്നുന്നത്. ഈ വണ്ടി 6 വർഷം കഴിഞ്ഞായിരുന്നു. RC ബുക്ക് ഉണ്ട് വണ്ടിയിൽ. ഇത് വ്യാജ നമ്പർ പ്ലേറ്റ് ആണോ, ഇനി അതാണോ സത്യം? എന്താണ് ഞാൻ പറഞ്ഞ 6 വർഷമായി ഈ വണ്ടി ഇറങ്ങിയിട്ടെന്ന്. RC ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വണ്ടീൻ്റെ. ചേട്ടൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. മുഖ്യമന്ത്രി ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? എൻ്റെ പൊന്നോ, എനിക്ക് രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പോൾ ചേട്ടൻ ശരിക്കും ഇതിൽ പെട്ടുപോയി അല്ലേ? ആവശ്യമില്ലാതെ ഏവനോ കാണിച്ച വേലത്തിന് ഞാനിപ്പോൾ അനുഭവിക്കുന്നു. എന്തായാലും ഇങ്ങനെ ഒരു സംഭവം നടന്നതുകൊണ്ട് തന്നെ വൈറലായി മാറാൻ കഴിഞ്ഞല്ലോ. ആൾക്കാരൊക്കെ ഇപ്പം എന്താണ് പറയുന്നത്? വൈറലായി മാറി. അത് തന്നെ, ഡ്യൂട്ടി ചെയ്യാൻ പറ്റുന്നില്ല, വീട്ടിൽ ഇരിക്കാൻ പറ്റുന്നില്ല, നല്ല വിളിയാ. ഇപ്പം മാധ്യമങ്ങളൊക്കെ വന്ന് ഇങ്ങനെ ഇന്റർവ്യൂ എടുക്കുന്നുണ്ടോ? 3-4 പേരായി. ഇനി അടുത്ത് വരുന്നുണ്ട്. നാട്ടുകാരൊക്കെ പ്രതികരണം എന്താ? വീട്ടുകാരെന്തൊക്കെയാണ് പറയുന്നത്? വീട്ടുകാരൊന്നും പറയുന്നില്ല, നാട്ടുകാരെല്ലാം എന്നെ നന്നായിട്ട് അറിഞ്ഞു തുടങ്ങി. എന്തായാലും ഈ വണ്ടി കാരണവും അതുപോലെ തന്നെ ചേട്ടൻ വൈറലായി മാറി. ചേട്ടൻ്റെ സംഭവം എന്താണെന്ന് അറിയില്ല, കാര്യം എങ്ങനെയാണിത് സംഭവിച്ചത്. എങ്ങനെയാണെങ്കിലും ചേട്ടൻ വൈറലായി മാറി കഴിഞ്ഞു. ചേട്ടൻ പറയുന്നത് പ്രതിപക്ഷ നേതാവായിട്ടൊന്നും ഒരു ബന്ധമില്ല, മുഖ്യമന്ത്രിയായിട്ടും ബന്ധമില്ല, ചേട്ടൻ പെട്ടുപോയി ഇതിൽ. എന്തായാലും ആളിപ്പം വൈറലായി മാറി. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര MP, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.